ഞാനപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എൻ്റെ മുടി വളർന്നത്. ആ പോസിറ്റീവ് സൈഡൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ ഞാനൊരു നെഗറ്റീവ് സൈഡ്, എൻ്റെ നെഗറ്റീവ് സൈഡ് എൻ്റെ മടികളും പറയട്ടെ. ഞാൻ പച്ചക്കറികളൊന്നും അധികം കഴിക്കാത്ത ആളായിരുന്നു കേട്ടോ. അധികം കഴിക്കില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ട കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മര്യാദയ്ക്ക് പച്ചക്കറികളൊക്കെ കഴിക്കാൻ തുടങ്ങിക്കോ. നിറയെ കഴിക്കണ്ട, കുറച്ച് കുറച്ച് പച്ചക്കറി. ഇപ്പോൾ ബീട്രൂട്ട് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ഒരു 2-3 വായ അല്ലെങ്കിൽ ഒരു 4 വായ ബീട്രൂട്ട് കഴിക്കാൻ നോക്കുക കേട്ടോ. കാരണം ശരിക്കും അതൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പോകുന്നത്. എനിക്കൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ വറുത്തതും പൊരിച്ചതും ഒക്കെ ഇല്ലാണ്ട് എനിക്ക് ചോറ് ഇറങ്ങില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു മീൻ ഫ്രൈ എൻ്റെ ഇതിലുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം ക്യാരറ്റ് ഉപ്പേരി ആണെന്ന് വെച്ചാൽ കുറച്ചെടുക്കും. ഞാൻ ഇപ്പോഴും നിറയെ കഴിക്കുന്നല്ല പറഞ്ഞത്, ഞാൻ കുറച്ചെടുത്ത് കഴിക്കാൻ ശ്രമിക്കും. ഞാൻ ഇപ്പോൾ കഴിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ചീര ഉപ്പേരി ആണെന്ന് വെച്ചാലും ചീര കഴിക്കും, മുരിങ്ങ കഴിക്കും. അപ്പോൾ ഇത് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും വെജിറ്റബിൾ ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യണം. നിങ്ങൾ എന്തായാലും അത് കഴിക്കണം. അതൊക്കെ കഴിക്കുന്ന ടൈമിൽ നമ്മുടെ ഹെയർ ഫോളും ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതെന്തായാലും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ പക്ഷെ അതൊന്നും കഴിക്കാത്ത ഒരാളായിരുന്നു. പിന്നെ എൻ്റെ മുടി ഞാൻ ഒട്ടും കെയർ ചെയ്യില്ല. ഞാൻ മുടിയൊക്കെ ഇങ്ങനെ വെട്ടി കളയുന്ന ഒരു ടൈപ്പായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ മുടി ഇങ്ങനെ വെട്ടിയാൽ സമാധാനം ഉണ്ടാവൂ എന്ന് പറയുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ കാണാറുണ്ട്, കുറേ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ട്രൈ ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊക്കെ ട്രൈ ചെയ്യുമായിരിക്കും. പക്ഷേ അധികം മുടി വെട്ടാതിരിക്കുക കേട്ടോ. നിങ്ങൾ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്തോളൂ. പക്ഷെ 2 മാസം കൂടുമ്പോഴൊക്കെ ആ ചേഞ്ച് മതി. അധികം എപ്പോഴും മുടിയിൽ തന്നെ വെട്ടി കളിക്കരുത്. അതുപോലെ തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ മുടി ഇപ്പോഴും കുറച്ച് തിന്നാണ്. ഇപ്പോഴും അധികം ഉള്ളുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പണ്ട് ഇത്ര പോലും എനിക്ക് ഉള്ളുണ്ടായിരുന്നില്ല. ഇതൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു എന്താ കണ്ടോ, ഇങ്ങനെ വലിക്കുന്ന ടൈമിൽ ഈ ഉള്ളു കാണണില്ലേ, ഇങ്ങനെ ഈ ഉള്ളായിരുന്നു ഞാൻ പണ്ടൊക്കെ എനിക്ക് കാണാറുള്ളത്. അതിന്നൊക്കെ എനിക്ക് മാറ്റി ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ഡയറ്റും ഞാൻ പറഞ്ഞ ഹെയർ പാക്കും കാര്യങ്ങളാണ് കേട്ടോ. അതെനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ചെയ്യും. അപ്പം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. അത് ട്രൈ ചെയ്തില്ലെങ്കിൽ വേറെ നമുക്കെല്ലാം ചിലപ്പോൾ എനിക്ക് ചേർന്നതായിരിക്കില്ല നിങ്ങൾക്ക് ചേരുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഡയറ്റും നോക്കി ഹെയർ പാക്ക് നോക്കി എല്ലാം ഓക്കെ ആയിട്ടാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകുന്നത്. ഞാൻ എല്ലാ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മുടി പിന്നെയും കൊഴിയണു, എന്താണത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാം. ചിലപ്പോൾ ഈ കാണുന്നവർക്ക് ഞാൻ ഈ ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ വെജിറ്റബിൾസും കഴിക്കുന്നുണ്ട്, ഹെയർ പാക്കൊക്കെ ഇടണവും ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മുടി പിന്നെയും വളരാത്തതെന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചാലും എത്ര നമ്മൾ കഴിച്ചാലും അത് നമ്മളുടെ ശരീരത്തോ തലയിലോ കാണണമെന്നില്ല. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല, ഭയങ്കര സ്ട്രെസ്സാണ്. എന്നുണ്ടെന്ന് വെച്ചാൽ സ്ട്രെസ്സാവും, ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ടുണ്ടാവില്ല, നമ്മൾ സ്ട്രെസ്സ് പിടിച്ച ലൈഫായിരിക്കും. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കുക. നിങ്ങൾക്കായിട്ടുള്ള ടൈപ്പ് കുറച്ച് കണ്ടെത്തി ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഹെയർ പാക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഹാപ്പി മൂഡായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് തേക്കണ്ട തലയിൽ എന്ന് പറഞ്ഞിട്ട് തേക്കണ്ട. നിങ്ങൾ എപ്പോഴാണോ കംഫർട്ട് ആവണത് അങ്ങനെ തേക്കുക. നമ്മളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളത് എന്തിലാണെന്ന് വെച്ചാൽ ഇപ്പം മുടി വളരണമെന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് ലോസ് ആണെന്ന് വെച്ചാലും എന്താണെങ്കിലും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രം മതി വേറെ എന്തും. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ചേഞ്ചസാണ് നമുക്ക് വരുന്നതെന്ന്. എനിക്ക് മുടിയൊക്കെ വന്ന ടൈമിൽ എനിക്ക് മനസ്സിലായി മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിലൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരുന്നാൽ വേറെ ആരും വന്ന് നമ്മളെ കെയർ ചെയ്യില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ കെയർ ചെയ്യുക. നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, കെയർ ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു ടൈം എത്തുന്ന ടൈമിൽ കുറച്ച് ബീട്രൂട്ട് വേണമെങ്കിൽ നമ്മളെന്നെ പോയിട്ട് നമ്മളെന്നെ കഴിക്കേണ്ടി വരുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് മതി. അപ്പം നമ്മളുടെ ഹെയർ ഹെൽത്ത് ആണെന്ന് വെച്ചാലും നമ്മുടെ സ്കിൻ ഹെൽത്ത് ആണെന്ന് വെച്ചാലും എല്ലാം ഓക്കെ ആയിട്ട് വരും. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവും. നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, പക്ഷെ സങ്കടം വരുന്ന ടൈമിൽ ഒരു ലിമിറ്റ് വെക്കുക, ഓവർ സ്ട്രെസ് ഔട്ട് ആവാണ്ടിരിക്കുക. അപ്പം തന്നെ നമ്മുടെ പകുതി പ്രശ്നം ഇല്ലാതാവുന്നതായിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡവിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ ആണ് കേട്ടോ. ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പിൽഗ്രിമിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഡാൻഡ്രഫ് കുറച്ച് കമ്മിയായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു 80% ഡാൻഡ്രഫ് കമ്മിയാവുന്നുണ്ട്. പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് എൻ്റെ ഡവിൻ്റെ ഷാമ്പൂ കണ്ടീഷണറാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഞാൻ വേറെ എന്തില്ലെങ്കിൽ എനിക്ക് ആ ഷാമ്പൂ കണ്ടീഷണർ ഉണ്ടെന്ന് വെച്ചാലും മതി. കാരണം എപ്പോഴും യൂസ് ചെയ്യുന്നല്ല, 2 ആഴ്ച കൂടുന്ന ടൈമിൽ ഒന്ന് അതിട്ട് കുളിക്കുന്ന ടൈമിൽ എനിക്ക് അതിൻ്റെ സ്മെല്ലും ഭയങ്കര മൈൽഡ് സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുടി ഒന്ന് സോഫ്റ്റ് ആവാനും അഴുക്കൊക്കെ ഒന്ന് പോകാനും ഹെൽപ്പ് ചെയ്തിട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പൂ കണ്ടീഷണറാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഹെയറിൽ വേറെ ഒരു ഐറ്റവും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരിക്കൽ മാത്രം വീട്ടിൽ ആരും അറിയേണ്ട ഒരു ഹെയർ കളർ ചെയ്തു. ഹെയർ കളർ ചെയ്യാന്ന് വെച്ചാൽ സ്ട്രീക്കില്ലേ, ഒരു 2-3 സ്ട്രീക്ക് ഞാൻ ബാക്കിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ഞാൻ വീട്ടിൽ ചെയ്യാണ്ട് ഇങ്ങനെ ഞാൻ മുടിയൊക്കെ എടുത്ത് മറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വെച്ചിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നത്. പക്ഷെ കണ്ടുപിടിച്ചു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മേലാൽ ആവർത്തിക്കരുത്, ഇനി മറ്റേ ഹെയർ കളർ അത് അടിച്ചു എന്ന് വെച്ചാൽ ആ ഒരു ഭാഗം ഭയങ്കര ഡ്രൈ ആവും കേട്ടോ. എനിക്കിപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഹെയർ കളർ ചെയ്യണം. എനിക്ക് ഇതുവരെ ആ ധൈര്യം വന്നിട്ടില്ല. ഫസ്റ്റ് ചെയ്തു, അപ്പം മുടി എനിക്ക് അത്യാവശ്യം കുറച്ച് ഡ്രൈയിങ് ആയ പോലെ തോന്നിട്ടോ ആ ഹെയർ കളർ അടിച്ച ഭാഗത്ത് മാത്രം. എന്നാലും എനിക്കത് ചെയ്യണം ഭയങ്കര ത്വര. എന്തായാലും ആ ധൈര്യം വരികയാണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഹെയർ കളർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുന്നത് കൂടുതലും ടീനേജേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കമൻസ് ഒക്കെ വായിക്കാറുണ്ട്, ചേച്ചി ആ വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഹാപ്പി. അപ്പോൾ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല എന്ന് വെച്ചാൽ കുറച്ചെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോൾ ഹെയർ ഫോൾ ഉണ്ട്, സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫുഡും ഡയറ്റൊക്കെ തന്നെ പകുതി പ്രശ്നം മാറ്റും കേട്ടോ. പിന്നെ ഡെയിലി ബേസിസിൽ നിങ്ങൾ വല്ല ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന പിള്ളേരാണെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്. ഡെയിലി ബേസിസിൽ ഷാമ്പൂ കണ്ടീഷണറും ഒരിക്കലും യൂസ് ചെയ്യരുത്. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇനി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക, ഫുഡിൽ കഴിക്കുക. അപ്പം ഹെയർ ഫോളും നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നമൊക്കെ മാറും കേട്ടോ. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. മടിയാണ്. ഒരു ഇഡ്ഡലി തന്നു എന്ന് വെച്ചാൽ 2 ഇഡ്ഡലി വെച്ചു എന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലി കഴിച്ചിട്ട് വേറെ ഇഡ്ഡലി വേറെ പാത്രത്തിൽ വെക്കുന്ന ഒരു ടൈപ്പ് സൈക്കോ ആയിരുന്നു ഞാൻ. അധികം സ്കൂളിലൊക്കെ കൊണ്ടുപോയാലൊന്നും ഞാൻ അധികം ഫുഡൊന്നും കഴിക്കില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ എനിക്കിപ്പോൾ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, വെള്ളമാണെന്ന് വെച്ചാലും കുടിക്കുക, ഡയറ്റ് ആണെന്ന് വെച്ചാലും കുടിക്കുക. ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യാൻ നോക്കുക. സ്കിൻ കെയർ ചെയ്യണം, ഹെയർ കെയർ ചെയ്യണം. അതൊക്കെ ഒരു 30-40% മാത്രമാണ് നമ്മളുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ ഡയറ്റാണ്. നമ്മൾ എന്ത് കഴിക്കണു എന്നുള്ളതിലാണ് നമ്മളുടെ സ്കിന്നും നമ്മളുടെ ഹെയറും വർക്ക് ആവുന്നത് കേട്ടോ. സ്കിൻ കെയറും ഹെയർ കെയറും വേണം, പക്ഷെ അതിനേയും കാട്ടി ഇമ്പോർട്ടൻസ് നമ്മൾ ഡയറ്റിൽ കൊടുത്തു എന്ന് വെച്ചാൽ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് പറ്റണ്ട. ഇപ്പം നമ്മളുടെ വീഡിയോസ് ടീനേജേഴ്സാണ് കൂടുതൽ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് പറ്റണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ സൗണ്ട് ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി, സഹിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെന്ന് വെച്ചാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണരുത് കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ലവ് യു.